പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ലൈഫിൽ ഒന്ന് അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താൻ വളരെ പാടാണ്, 2 അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിയാലും അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണിത്. എന്തുകൊണ്ട് നമുക്ക് അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? അഥവാ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു അച്ചീവ്മെൻ്റ് എടുത്താലും അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 3 കാരണങ്ങളാണ്. ആ കാരണങ്ങൾ നോക്കാം. അത് നമ്മൾ പരിഹരിക്കാൻ പറ്റിയാൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും, അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ദ സ്കിൽ ടു സേ നോ. അതായത് എനിക്ക് നോ പറയാനുള്ള ഒരു സ്കില്ലുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും നോ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഏഷ്യൻ ഇന്ത്യൻ ബ്രോട്ടപ്പിൽ നോ പറയുന്നത് ഏതാണ്ട് തെറ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല, ചില സാഹചര്യങ്ങളിൽ നമ്മൾ എസിനേക്കാളും കൂടുതലായിട്ട് അസേർട്ടീവായിട്ട് നോ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോ പറയാൻ ശീലിച്ചാൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അതൊരു സ്കില്ല് തന്നെയാണ്, സെയിങ് നോ എന്നുള്ളത്. ആ സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാനല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്. നമുക്ക് തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് വലിയ മടിയാണ്. ഒന്ന് തുടങ്ങിക്കിട്ടാൻ പലരും എന്നോട് പറയാറുണ്ട്, സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഈ സ്റ്റാർട്ടിങ് ട്രബിളൊന്ന് മാറിക്കിട്ടിയാൽ ഞാനങ്ങ് ഓക്കെ ആവും. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്റ്റാർട്ടിങ് ട്രബിള്. ആരും വന്ന് മാറ്റത്തില്ല, ആ ട്രബിള് നമ്മൾ തന്നെ മാറ്റേണ്ടതാണ്. അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഹ്യൂജായിട്ട് അങ്ങ് പ്ലാൻ ചെയ്യും. നാളെ തൊട്ട് ഞാൻ 1 മണിക്കൂർ നടന്നു കളയും, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് 10 മണിക്ക് തന്നെ ഉറങ്ങിയിരിക്കും. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. ടേക്ക് സം ബേബി സ്റ്റെപ്സ്. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് എടുത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റൂ, സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതാക്കാൻ പറ്റൂ. സോ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് സം അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സ്റ്റേയിങ് ഇൻ അച്ചീവ്മെൻറ്റ്. അതുകൊണ്ട് നമ്മൾ സ്വയം ഇനീഷ്യേറ്റീവ് എടുക്കുക. നമുക്ക് അടുത്തതായിട്ട് 3ാമത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം സ്റ്റേയിങ് പോസിറ്റീവായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, എപ്പോഴും ഞാനങ്ങ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ? എപ്പോഴും പോസിറ്റീവ്, എല്ലാത്തിലും ഇരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഈ മുയലുകൾ ഇവിടെ ഓടി നടക്കുന്നത്. എനിക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു കാഴ്ച എൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതുപോലെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒന്ന് പോസിറ്റീവാക്കാൻ പറ്റും. ആ ഒരു പോസിറ്റീവിനെ നമ്മൾ ഫീൽ ചെയ്യുക, കാണുക. അപ്പം ആ പോസിറ്റിവിറ്റി നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും, അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരും.